ഇപ്പോൾ പണ്ടത്തതുപോലെയൊന്നുമല്ല. 10-15 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ ഒരു ജെറി തോമസോ ഒരു ജോൺസൺ തേക്കടയിലോ അല്ലെങ്കിൽ ഒരു അനിൽകുമാർ അയ്യപ്പനോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവകൃപയാൽ ഇന്ന് ധാരാളം ക്രൈസ്തവർ ഈ രംഗത്തുണ്ട്. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളല്ലാത്തവരും ഇഷ്ടംപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തേതുപോലെയുള്ള ഭീഷണികളും ഭയപ്പെടുത്തലുകളും എതിർപ്പുകളും ഒന്നും ഇപ്പോഴില്ല. മനസ്സിലായോ? കൈ വെട്ടുമോ കാല് വെട്ടുമോ എന്നുള്ള ആ പേടി അതൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം ഇവരെ അയറി നിൽക്കുകയാണ്. എന്നാൽ ചില വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി മാറും. ഇപ്പോഴത്തെ ഈ സ്ഥിതി നിങ്ങൾ നോക്കണ്ട. ആ സമയത്ത് ഭരണം മുസ്ലിങ്ങളുടെ കയ്യിലായിരിക്കും. ഈ പ്രീണനത്തിന്റെ ഫലമായിട്ട് കൊങ്ങികളും ഇല്ലാതാകും, കമ്മികളും ഇല്ലാതാകും. ഒരു വശത്ത് BJPയും മറുവശത്ത് മുസ്ലിം ലീഗും മാത്രമാകും. ആ ലെവലിലേക്ക് ഇത് മാറും. കേരള രാഷ്ട്രീയം മാറും. ആ സമയമാകുമ്പോൾ ഹിന്ദുക്കളൊക്കെ ന്യൂനപക്ഷമായിരിക്കും. അതുകൊണ്ട് തന്നെ BJP ഒന്നും ഒരിക്കലും അധികാരത്തിലെത്തുകയുമില്ല.